സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരമായ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ് എന്റെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ഷഹാദത്തിന്റെ മരണമാണ് എനിക്ക് ലഭിക്കേണ്ടത്. ഷഹീദായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ഷഹീദായിട്ടോ ഈ ലോകത്തോട് വിട പറയണം. കാരണം ഷഹാദത്ത് എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിൽ ഉന്നതമായ ഒരു പദവിയാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ച് മരിച്ചവരാണ് എന്ന് പറയാൻ പാടില്ല. വല്ല എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാക്കില്ലാത്ത ഷുറൂൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുകയില്ല. നിങ്ങൾക്ക് ഷുറൂറില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിയോ തന്റേടമോ വിവേകമോ നിങ്ങൾക്കില്ല. എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന്. മറ്റൊരാഴ്ചയിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ മരണപ്പെട്ടവരാണെന്ന് ഭാവിക്കാൻ പോലും പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല, പറയാൻ പാടില്ല, മനസ്സിൽ ചിന്തിക്കാൻ പോലും പാടില്ല. എങ്കിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. ഭക്ഷണം തിന്നുകയും കുടിക്കുകയും ചെയ്യാന്നുള്ളത് ആരാണ്? ജീവിച്ചിരിക്കുന്ന ആളാണോ മരിച്ചവരാണോ? തിന്നു കുടിക്കുകയും ചെയ്യാൻ മരിച്ച ആൾക്കാരും തിന്നരുത്, ഭക്ഷിക്കരുത്. ഇവര് ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് കൃത്യമായ തെളിവ് അല്ലാഹു തആല പറയാണ്. അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ ഭക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യുന്നതമായിരിക്കുന്ന ഭക്ഷണം അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്രമാത്രം ജീവിച്ചിരിക്കുന്നവരാണ് ആര്? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ആളുകൾ. ഇവരാണ് ശുഹദാക്കൾ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ട മഹാന്മാർ. അതുകൊണ്ട് തന്നെ ആ ഒരു പദവിയെ മുൻഗാമികളായിരിക്കുന്ന മഹാന്മാർ മുഴുവനും ആഗ്രഹിച്ചിരുന്നു. സഹാബത്ത് മുഴുവൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നവരാണ്. മുൻഗാമികളായിരിക്കുന്ന എല്ലാ മഹാന്മാരും അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലൊരു പോരാട്ടത്തിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു പോരാട്ടത്തിന്റെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട്, ഇസ്ലാമികമായിരിക്കുന്ന ഭരണമില്ലാത്തത് കൊണ്ട്, ഇസ്ലാമികമായിരിക്കുന്ന ഖുലഫാക്കളില്ലാത്തത് കൊണ്ട്, ഇസ്ലാമികമായ അത്തരത്തിലൊരു ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിൽ അല്ലാഹുവിന് വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങാനോ പോരാടാനോ നമുക്ക് അനുവാദമില്ല. പിന്നെ നമ്മൾ ഷഹീദാകുമ്പോ നമുക്ക് അതിനേക്കാൾ ഉയർന്ന പദവിയുള്ള മറ്റൊരു ഷഹാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അറിയിച്ചിട്ടുണ്ട്. റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ഒരു ശക്തമായ ഒരു പോരാട്ടം കഴിഞ്ഞ് സഹാബത്ത് മടങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വഴിയിൽ തമ്പടിച്ച് അവര് വിശ്രമിക്കുകയാണ്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സഹാബത്തിനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നാം ഇപ്പോൾ ഒരു ചെറിയ യുദ്ധത്തിൽ നിന്ന് വലിയ ഒരു യുദ്ധത്തിലേക്കാണ് മടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്തിന് അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇതെത്രമാത്രം ശക്തമായ പോരാട്ടമായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ഷഹീദാക്കപ്പെട്ടു, എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായി. ഈ യുദ്ധം ചെറുതാണ്, ഇനി ഇതിനേക്കാളും വലിയ ഏത് യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിങ്ങളുടെ നഫ്സുകളോട് നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. സ്വന്തം നഫ്സിനോട്, നഫ്സിന്റെ ആഗ്രഹങ്ങൾക്കെതിരെ, അതിന്റെ ഇച്ഛകൾക്കെതിരെ നിങ്ങൾക്ക് പോരാടാനുണ്ട്. ആ പോരാട്ടം അത് നിരന്തരമായിരിക്കുന്ന പോരാട്ടമാണ്. ആ പോരാട്ടം അത് ഇതിനേക്കാളും എത്രയോ വലിയ പോരാട്ടമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഷഹാദത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാവട്ടെ, അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് അഭയം നൽകുന്നതാണ്, സംരക്ഷണം നൽകുന്നതാണ്. ജനങ്ങളിൽ നിന്ന് അങ്ങ് വധിക്കപ്പെടുകയില്ല, ഷഹീദാക്കപ്പെടുകയില്ല എന്ന് അവരുടെ കരങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്ന് അല്ലാഹു തആല വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത്തരത്തിൽ ജനങ്ങളുടെ കൈകൊണ്ട് ഷഹീദാക്കപ്പെടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക?
എന്താണ് ഷഹീദാവാൻ പാടില്ല എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നതിന് കാരണം ഒന്നാന്റെ ആഗ്രഹമാണത്. അതിന് കാരണം ഹബീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബാണ് ആര്? ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ ഈ ജനങ്ങൾ ഷഹീദാക്കപ്പെടുകയാണെങ്കിൽ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് ശരീരത്തിൽ മണ്ണും രക്തവും ഒക്കെ പുരണ്ടുകൊണ്ട് ആ രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഷഹീദാക്കപ്പെട്ട അവസ്ഥയിൽ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുക. കാരണം തന്റെ മഹബൂബിനെ ആ ഒരു അവസ്ഥയിൽ കാണാൻ അള്ളാഹു തആലക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നമ്മെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിക്കുകയും ചെയ്തു. അപ്പോൾ പ്രത്യക്ഷത്തിൽ സംരക്ഷിക്കപ്പെടുകയും വേണം, എന്നാൽ ഷഹാദത്തിന്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടുകയും കിട്ടണം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ആഗ്രഹവും നേട്ടവുമാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു പ്രത്യേക രംഗമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്.